സ്ത്രീയുടെ ഏറ്റവും വലിയ ഒരു ഗുണം അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയ അവകാശമോ ആനന്ദമോ പീരീഡ് തന്നെയാണ്. ഇപ്പോൾ സിസേറിയനല്ലേ എല്ലാം. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ ഹാവ് നോ പവർ ടു ഡു ദാറ്റ്, ദേ ആർ നോട്ട് എക്സ്പീരിയൻസ്ഡ്. അപ്പോൾ ഈ വർക്കൗട്ട് ചെയ്തതുകൊണ്ട്, എക്സസൈസ് ചെയ്തതുകൊണ്ട്, മെഡിറ്റേറ്റ് ചെയ്തതുകൊണ്ട് ഇത്തരത്തിലുള്ള വേദന കുറയും എന്നുള്ളതാണോ? ചെറിയ വേദനകളാണ് വലിയ സുഖങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത് അല്ലെന്ന അഭിപ്രായമുണ്ടോ? പ്രാണനെ ഉപാധിരഹിതമായി അർത്ഥിക്കുന്ന പ്രക്രിയയാണ് പ്രാണാർത്ഥന അഥവാ പ്രാർത്ഥന. വായുരനിലം അമൃതമതേദം ഭസ്മാന്തം ശരീരം. ആയുർവേദ സംവിധാനത്തിലോ സിദ്ധ സംവിധാനത്തിലോ പോലും ഇത് ചർച്ച ചെയ്യുന്നില്ല. കാരണം അതിനെയും ഈ വെസ്റ്റേൺ മെഡിസിൻ അല്ലെങ്കിൽ വെസ്റ്റേൺ ഫ്രെയിം ഓഫ് തോട്ട് ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞു. ആസനാത് ഔഷധം, ആസനങ്ങളും ഔഷധമാണ്. പക്ഷേ ഔഷധങ്ങൾക്കൊരു കുഴപ്പമുണ്ട്. തെറ്റായ ഔഷധം ഉപയോഗിച്ചാൽ എന്താ പറ്റുക? അതിനെയാണ് ശരിക്കും പ്രാണബലം, ബ്രത്ത് പവർ. നമ്മളൊരു ദിവസത്തിൽ എത്ര ദിവസം ശ്വസിക്കും, എത്ര പ്രാവശ്യം ശ്വസിക്കും? യഥാ പ്രാണ തഥാ മന. പ്രാണന് ബലം വന്നാൽ മനസ്സ് ക്ലാരിറ്റി കിട്ടും. അബാക് മീഡിയയിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് ഗുരു യോഗി ശിവനാണ്. നമസ്കാരം. നമസ്തേ. ഈ പീരിയഡ് സമയത്തെ വേദന എല്ലാവർക്കും, ഒരുവിധപ്പെട്ട എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. പീരിയഡ് സമയമാകുമ്പോൾ വേദന, ഭയങ്കരമായ വേദനയാണ്. എൻ്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഞാനൊരു 3-4 വർഷമായി സ്ഥിരമായിട്ട് പെയിൻ കില്ലർ എടുക്കുന്ന ഒരാളാണ്. എന്തിനാണ് വേദന സഹിക്കേണ്ടത്? വേദന സഹിക്കേണ്ട ആവശ്യം എന്താണ്? നമുക്ക് അതിനു വേണ്ടി ഡോക്ടേഴ്സ് മരുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആ മരുന്ന് എടുക്കുന്നതുകൊണ്ട് എന്താണ് പ്രശ്നം എന്ന് അഡ്വക്കേറ്റ് ചെയ്യുന്ന ആളാണ് ഞാൻ. ഫ്രണ്ട്സിനോടും പറയും, എന്തിനാ ഇങ്ങനെ വേദന സഹിക്കുന്ന, എന്തിനാ മരുന്ന് കഴിക്കുക എന്ന് പറയുന്ന ആളാണ്. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടോ? അത് 100% തെറ്റാണ്. താങ്ക് യു. കാരണം ചെയ്തത് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ആ നിലപാട് തെറ്റാണ്. ഓക്കെ. പീരീഡ് എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ഏറ്റവും മൗലികമായ അവകാശവും ആനന്ദവുമാണ്, അല്ലേ? അമ്മയാകാൻ കഴിയാത്തൊരു സ്ത്രീയുടെ വേദന ഞാൻ ഒരുപാട് കാണുന്നുണ്ട്. എത്രയോ ആൾക്കാർ എൻ്റെ മുന്നിൽ വന്ന് നിന്ന് കരയുന്നുണ്ട്. ഗുരുജി, ഒരു കുഞ്ഞിക്കാല് കാണാൻ ഇനി ചെയ്യാനൊന്നുമില്ല, അമ്പലങ്ങൾ മുഴുവൻ കയറി ഇറങ്ങി, ഡോക്ടർമാരെയൊക്കെ കണ്ടു, എന്ത് ചെയ്യട്ടെന്ന് ചോദിക്കുമ്പോൾ കുടുംബമില്ലാതാകാൻ പോവുകയാണ്. അത് ദുഃഖമോ സുഖമോ? അത് ദുഃഖമാണ്. യെസ്. അങ്ങനെയാണെങ്കിൽ സ്ത്രീയുടെ ഏറ്റവും വലിയ ഒരു ഗുണം അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയ അവകാശമോ ആനന്ദമോ പീരീഡ് തന്നെയാണ്. കൃത്യമായ പീരീഡ് വരുന്ന ഒരു പെൺകുട്ടി അവൾ അമ്മയാകാൻ തയ്യാറാണ് എന്ന് പ്രകൃതിയുടെ ഒരു ഒരു ഗ്യാരണ്ടിയാണത്, അല്ലേ? അപ്പോൾ അവിടെ എന്തുകൊണ്ട് വേദന വരണം? ചെറിയ വേദനകളാണ് വലിയ സുഖങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത് അല്ലെന്ന അഭിപ്രായമുണ്ടോ? ഇല്ല. എനിക്കൊരു പനി വന്നില്ലെങ്കിൽ എൻ്റെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി ഉണരില്ല. അതുകൊണ്ടാണ് പ്രകൃതി കൃത്യമായ കാലയളവിൽ 6 മാസത്തിലൊരിക്കലോ 12 മാസത്തിലൊരിക്കലോ നന്നായിട്ട് പനി വരുത്തും. ചൂടെടുത്ത് വിറച്ച് എവിടെയെങ്കിലും കിടക്കും. ഈ സമയത്ത് അന്തരീക്ഷത്തിലുള്ള മൈക്രോ ഓർഗാനിസംസുമായിട്ട് ശരീരം പ്രതിപ്രവർത്തിച്ച് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടുകയാണ് ചെയ്യുന്നത്. അടുത്ത 6 മാസത്തേക്കോ 1 വർഷത്തേക്കോ ഐ ആം റെഡി ടു ഫൈറ്റ് ബാക്ക്. അപ്പോൾ ആ രോഗമില്ലെങ്കിൽ എനിക്ക് ആ പ്രതിരോധ ശേഷി ഉണ്ടോ? ഉണ്ടാവില്ല. ചിലരിങ്ങനെ പറയാറുണ്ട്, എനിക്ക് ജീവിതത്തിൽ പനി വന്നിട്ടേ ഇല്ല. ഞാൻ മനസ്സിൽ പറയും, എന്തോ വലുത് വരാൻ പോകും. ഞാനത് ആലോചിച്ചത്. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആരോട് പറയുന്നുണ്ടായിരുന്നു, കുറേ നാളായി നല്ലൊരു പനി വന്നിട്ട്. കാരണം ഈ പറഞ്ഞത് തന്നെയാണ്. ശരീരത്തിൻ്റെ പ്രകൃതിദത്തമായ പ്രവർത്തനങ്ങളെ അമിതമായ മരുന്ന് ഉപയോഗിച്ച് അമർത്തുന്നു. അപ്പോൾ പീരീഡ് വരുന്ന സമയത്ത് ഒരു ഗുളിക കഴിഞ്ഞു, പിന്നെ ഒന്നും അറിയണ്ടല്ലോ. എന്തുകൊണ്ട് അമിത വേദന വന്നു എന്ന് ഏതെങ്കിലും പെൺകുട്ടി ചിന്തിക്കുമെങ്കിൽ അതാണ് ബുദ്ധിയുള്ള കുട്ടി. വേദന വേണം, എന്നാലേ അത് ഗ്രാജുവലി ആ വേദനയെ പരിശീലിച്ച് മനസ്സും ശരീരവും അതുമായി താതാത്മ്യപ്പെട്ട് വലിയൊരു വേദന വരാനിരിക്കുകയാണ്. എന്താണ് പീരീഡ്? ഒരു ആരോഗ്യമുള്ള സ്ത്രീയുടെ ശരീരത്തിൽ 28 ദിവസം ഒരു ചന്ദ്രമാസം, ഒരു ചന്ദ്രൻ ഭൂമിയെ ചുറ്റി വരുന്ന 27 ദിവസങ്ങൾക്കകത്ത് ആരോഗ്യമുള്ള ഒരു സ്ത്രീയിൽ ഒരു എഗ്ഗ് ഫോം ചെയ്യും. അത് ഒരു ജീവനാണ്. അത് ഈ സമയത്തിനകത്ത് ബീജവുമായി ചേർന്ന് ഒരു കുഞ്ഞായില്ലെങ്കിൽ ശരീരം ആ അറേഞ്ച് ചെയ്ത് വെച്ച എല്ലാത്തിനെയും പുറത്തെടുത്ത് കളയും. ഇറ്റ്സ് എ മൈൽഡ് ഡെലിവറി അല്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ കോൺട്രാക്ഷൻസ് ഉണ്ടാവാറുണ്ട്. യെസ്. ഈ മൈൽഡ് ഡെലിവറി ശരീരത്തിൽ മെമ്മറിയിൽ വരെ ഇങ്ങനെ ഫീഡ് ചെയ്ത് ഒരു ദിവസം യഥാർത്ഥ ഡെലിവറി വരും. ആ സമയത്ത് ബോഡി ഈസ് പ്രിപ്പയർഡ് ടു കൺട്രാക്ട് and expand and push the baby out naturally.
ഇല്ലേ, ഇത് അനുഭവിക്കുന്നില്ല. ഇതാണ് ആ പെൺകുട്ടി. ഇപ്പോൾ സിസേറിയൻ അല്ലേ എല്ലാം. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ ഹാവ് നോ പവർ ടു ഡു ദാറ്റ്. ദേ ആർ നോട്ട് എക്സ്പീരിയൻസ്ഡ്. ഇപ്പോൾ പിടി കിട്ടുന്നുണ്ട് അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ദോഷം. അപ്പോൾ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ ഗർഭപാത്രത്തോടു കൂടി പ്രകൃതി സൃഷ്ടിച്ചത് അത് റീപ്രൊഡക്ഷന് വേണ്ടിയാണ്. അല്ലെങ്കിൽ പിന്നെ ഈ ഓർഗൻ്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് വേണമെങ്കിൽ കൈ മുറുക്കി സമരം ചെയ്യാം. പക്ഷെ പ്രകൃതി പറഞ്ഞത് ഈ പെൺകുട്ടിക്ക് നിങ്ങൾക്കൊരു യൂട്രസ് തന്നിരിക്കുന്നത് ഇത് പ്രത്യുൽപാദനത്തിന് വേണ്ടിയാണ്. ഒരു കുഞ്ഞിനെ സ്വീകരിച്ച് അതിനെ ശരീരത്തിൽ വളർത്തിയെടുത്ത് സുരക്ഷിതമായി പുറത്തെടുത്ത് അതിനെ നർച്ചർ ചെയ്ത് ഒരു സർവതന്ത്ര സ്വതന്ത്രമായ ഒരു വ്യക്തിയാക്കി മാറ്റാനുള്ള പ്രകൃതിദത്തമായ കടമയാണത്. ഇല്ലേ? ഇതിനെ നിഷേധിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് സ്ത്രീ എന്ന് വിളിക്കാം. പക്ഷെ അമ്മ എന്ന് അവരെ ആരും വിളിക്കത്തില്ല. വിളിക്കും? യെസ്. അതെ. അപ്പോൾ അതുകൊണ്ട് വേദന സംഹാരി ആകാം. നമുക്കിപ്പോൾ പെട്ടെന്നൊരു ജോലിക്ക് പോകണം, ഇതുകൊണ്ട് പറ്റില്ല. ആ സമയത്ത് നിങ്ങൾക്ക് ഒരു വേദന സംഹാരി കഴിച്ചുകൊണ്ട് ആ സമയത്തെ നേരിടാം. എന്നാൽ യു ഹാവ് ടു ബി അവെയർ ദാറ്റ് വൈ ദ പെയിൻ ഈസ്. അപ്പോൾ ഇത്രയും കൂടുതൽ വേദന, അസഹ്യമായ വേദന എന്തുകൊണ്ട് എന്ന് ചിന്തിക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം നമുക്കില്ലേ? അത് ചിന്തിക്കുകയും ശരീരത്തിന് അപ്പോഴും തന്നെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ചിന്തിക്കുന്ന മനസ്സിൽ അതിൻ്റെ തന്നെ പ്രതിവിധി തെളിഞ്ഞു വരും. അപ്പോൾ തോന്നും വെറുതെ അല്പസമയം ഇരുന്ന് ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കത് പിടികിട്ടും. പിന്നെ നമുക്കൊരു ദിനചര്യ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും ഒരു 24 മിനിറ്റെങ്കിലും നമ്മൾ തറയിൽ ചമ്രം പടഞ്ഞിരിക്കണമായിരുന്നു. ഇപ്പോൾ എത്ര പേര് ഇരിക്കുന്നുണ്ട്? കസേരയിലല്ലാതെ തറയിലിരിക്കുന്ന എത്ര പേരുണ്ട്? ഇരുന്നാൽ തന്നെ കയ്യിൽ നിന്ന് ഫോൺ മാറ്റിയ എത്ര പേരുണ്ട്? ഒന്നും ചെയ്യാതെ തറയിൽ ചമ്രം പടഞ്ഞിരുന്ന് ഏതെങ്കിലും ഒരു ദീപത്തിലോ പിന്നെ വിഗ്രഹത്തിലോ ഒരു പിക്ചറിലോ വെറുതെ നോക്കിക്കൊണ്ട് കണ്ണ് തുറന്നോ കണ്ണടച്ചോ ഇരുന്ന് വെറുതെ ഇരിക്കാൻ എത്ര പേർക്ക് കഴിയും? അങ്ങനെ വെറുതെ ഇരിക്കാൻ പഠിപ്പിച്ചതാണ് പ്രാർത്ഥന. പലർക്കും അറിയില്ല. പ്രാർത്ഥന പ്രയർ ഉടനെ ഇംഗ്ലീഷായി. പ്രാണനെ ഉപാധിരഹിതമായി അർത്ഥിക്കുന്ന പ്രക്രിയയാണ് പ്രാണാർത്ഥന അഥവാ പ്രാർത്ഥന. അങ്ങനെ നമ്മൾ കാല് ചമ്മരം പടഞ്ഞ് ഇങ്ങനെ കൂട്ടിയിരിക്കുമ്പോൾ ശരീരം ഒരു പിരമിഡ് ഷേപ്പ് ആർജിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ വരുമ്പോൾ ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്ട്രക്ചറാണ് പിരമിഡ്. ഈ പർവ്വതങ്ങൾ കണ്ടിട്ടില്ലേ? യെസ്. അപ്പോൾ ഗ്രാവിറ്റിക്ക് പിടിച്ച് മറിക്കാൻ പറ്റില്ല. സോ ആക്ച്വലി നമ്മുടെ ഏജിങ് ആരാ നിശ്ചയിക്കുന്നത്? ഭൂകൃതി ബലമാണ്. ഒരു കുട്ടി ആദ്യം ചെയ്യുന്നത് അവൻ മലർന്ന് കിടന്നിട്ട് അങ്ങനെ അങ്ങോട്ടൊക്കെ നോക്കിയിട്ട് ആദ്യം കറങ്ങിത്തിരിയും. ഗ്രാവിറ്റിക്ക് എതിരെയാണ്. പിന്നെ കൈ കുത്തി പൊങ്ങും, മൂട്ടിൽ നിൽക്കും. ഗ്രാവിറ്റിക്കാണ്. അപ്പോൾ ഗ്രാവിറ്റിക്ക് ഏകദേശം ഗ്രാവിറ്റി അവനെ പിടിച്ചിടും. അവൻ ഫൈറ്റ് ചെയ്യും, മസിൽ ബലം വരും. എന്നിട്ട് അവൻ പതുക്കെ വിറച്ച് എണീക്കും, എവിടെയെങ്കിലും പിടിച്ചുകൊണ്ട് നിൽക്കും. ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റാണ്. എന്നിട്ട് പറഞ്ഞ് ഭൂമി അതിനെ പിടിച്ചിടും, അവൻ വീണ്ടും എണീക്കും. അങ്ങനെയാണ് അവൻ എണീറ്റ് നിൽക്കാൻ പഠിക്കുന്നത്. ഗ്രാവിറ്റിയാണ്. അത് കഴിഞ്ഞ് അവൻ വളർന്ന് ഒരു 28 വയസ്സ് കഴിയുമ്പോഴത്തേക്കും ശരീരം പറയും ഇനി വളരാൻ പറ്റൂല എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് 35-40 വയസ്സ് വരെയൊക്കെ ഒരു മിനിമം വിൽ പോകും. അത് കഴിയുമ്പോൾ വാർദ്ധക്യ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. എന്നിട്ട് പതുക്കെ കൂനാൻ തുടങ്ങും. ബോഡി തിരിച്ചു പിടിക്കുകയാണ് ഭൂമി. ഒരു ദിവസം ദേ കിടക്കുന്നു ഫ്ലാറ്റ്, മണ്ണിലേക്ക് പോകും. വായുരനിലം അമൃതമതേദം ഭസ്മാന്തം ശരീരം. നീ എത്ര ബലം പിടിച്ചാലും ഭൂമിയിലേക്ക് മണ്ണായോ പിന്നെ ചാരമായോ നീ മാറും. ശരിയല്ലേ? അപ്പം ഇതിനിടയ്ക്ക് നമുക്ക് ഇതിനപ്പുറത്തേക്ക് കടക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് വളരാൻ വേണ്ടിയാണ് ഗുരുക്കന്മാർ വെറുതെ ഇരിക്കാൻ പറഞ്ഞത്. പിരമിഡ് ഷേപ്പിലിരിക്കുക, ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റായിട്ട് മലകൾ പിടിച്ചു നിൽക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവും. അപ്പോൾ അതിലൂടെ പ്രതിരോധശേഷി വളരും, ഉള്ളിലേക്കുള്ള നമ്മുടെ ശ്രദ്ധ കൂടുതൽ പതിയും. അങ്ങനെ വരുമ്പോൾ ഇതിലൂടെ നടക്കുന്ന അല്ലെങ്കിൽ പോകുന്ന പ്രാണനുകൾ യഥാർത്ഥത്തിലെ ഈ വേദന, ഇപ്പോൾ പീരീഡ് സമയത്ത് അമിതമായ വേദന എന്ന് പറയുന്നത് മസിലുകളിൽ ഈ പ്രാണൻ വലിയുമ്പോൾ അതിന് ശരിക്കും പറഞ്ഞാൽ അപാന വൈഗുണ്യം എന്നാണ് അത് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ പ്രധാനമായും മൂക്കിലൂടെ കയറുന്ന പ്രാണൻ. ഇപ്പോൾ ആഹാരം കഴിക്കുമ്പോൾ എങ്ങനെയാണ് അത് അകത്തേക്ക് പോകുന്നത്? നമുക്ക് ആ വിൻ പൈപ്പിൽ ഇങ്ങനെ ഒരു മൂവ്മെൻ്റ് ഉണ്ട്. അത് തെറ്റിയാൽ നമ്മൾ ഛർദ്ദിക്കും, ആഹാരം താഴേക്ക് ഇറങ്ങില്ല. അപ്പോൾ അത് ആണ് പ്രാണൻ എന്ന് പറയുന്നത്. അതുപോലെ യൂറിൻ ഒഴുകുന്നില്ലല്ലോ, അത് പിടിച്ചു നിൽക്കുകയല്ലേ. എന്തേ? അത് വേറൊരു ശക്തി അതിനെ ഉള്ളിലേക്ക് കൺട്രാക്ട് ചെയ്യണം, മസിലിനെ കൺട്രാക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ബ്ലാഡർ നിറയുമ്പോൾ മെസ്സേജ് വരും, ഹലോ നിറഞ്ഞു, പോകണം. അപ്പോൾ വിടത്തില്ല.
അപ്പോൾ പറയും, ബ്രെയിനോട് പറയും നല്ല സ്ഥലം വല്ലതും നോക്കുമെന്ന് പറയും. അപ്പോൾ കണ്ണിനോട് പറയും ദാ ടോയ്ലറ്റ് വല്ലതും ഉണ്ടോ നോക്കുമെന്ന് പറയും. അപ്പോൾ കണ്ണ് കണ്ടുപിടിക്കും, ഇതേ അവിടെ ഒരു ബോർഡുണ്ട്, അവിടെ ചെന്നിട്ട് വൃത്തിയുണ്ടോ എന്ന് നോക്കാൻ പറയും. അതും നോക്കും, എല്ലാം ഓക്കെയാണ്, ക്യാമറയൊന്നും ഇല്ല, നട്ടും ബോൾട്ടും ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലാകുമ്പോൾ കണ്ണ് മെസ്സേജ് കൊടുക്കും, എല്ലാം ഓക്കെയാണ്. ബ്രെയിൻ പറയും കമോൺ എവറിതിങ് ഈസ് റെഡി. ആ മെസ്സേജ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പോലെ ഒരു ശക്തിയാണ് പ്രാണൻ നമ്മുടെ ഈ മസിലുകളിൽ വരുമ്പോഴേ ഇവന് അയഞ്ഞു കൊടുക്കുകയുള്ളൂ, അപ്പോഴേ മൂത്രം താഴേക്ക് ഒഴുകുള്ളൂ. ആഫ്റ്റർ ഡെലിവറി ചില കേസുകളിൽ ചില സ്ത്രീകൾക്ക് ഈ മൂത്രം പിടിച്ചു നിർത്താനുള്ള കഴിവ് നഷ്ടപ്പെട്ടു. എന്താണ്, അമിതമായ ആ മസിലുകൾ അലിഞ്ഞു പോകും, പിന്നെ അതിൻ്റെ കൺട്രാക്ഷൻ കിട്ടത്തില്ല, പിന്നെ അതിനും ബാക്കി എക്സസൈസുകളൊക്കെ ചെയ്തിട്ടാണ് അതിനെ തിരിച്ചു പിടിക്കുന്നത്. ആ പേശി ബലത്തെയാണ് അപാനൻ എന്ന് പറയുന്നത്. അപ്പോൾ അപാനനിൽ ഉണ്ടാകുന്ന ഡയഫ്രത്തിന് കീഴെ പ്രവർത്തിക്കുന്ന ആ ശക്തിയിൽ ഉണ്ടാകുന്ന ദോഷമാണ് സ്ത്രീകൾക്ക് ഈ പീരീഡ് സമയത്ത് അമിത വേദന, അപാന വൈഗുണ്യം എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കി ശരി അമിത വേദന ഉണ്ടെങ്കിൽ ചമ്മരം പടഞ്ഞിരുന്ന് ഉള്ളിലേക്ക് നോക്കി ഈ പ്രാണനെ അപാനനെയും യഥാ പ്രാണ തഥാ മനസ്സിനെ കൊണ്ട് പ്രാണനെ ബന്ധിപ്പിക്കാൻ പറ്റും. അതിനെ ട്യൂൺ ചെയ്തെടുത്താൽ അടുത്ത പ്രാവശ്യം ഈ വേദന വരില്ല. ദാറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി. ആ വേദന അനുഭവിക്കുന്ന പെൺകുട്ടിയുടെ ഉത്തരവാദിത്വമാണ് എനിക്കെന്തുകൊണ്ട് അമിത വേദന എന്ന് കണ്ടെത്തേണ്ടത്. സ്വയം അറിയില്ലെങ്കിൽ അറിയാവുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കണം. അതെ. അപ്പോൾ ഈ വർക്കൗട്ട് ചെയ്തതുകൊണ്ടോ എക്സസൈസ് ചെയ്തതുകൊണ്ട് മെഡിറ്റേറ്റ് ചെയ്തതുകൊണ്ട് ഇത്തരത്തിലുള്ള വേദന കുറയും എന്നുള്ളതാണോ? ഇതാദ്യം മനസ്സിലാക്കുക, നമ്മുടെ ശരീരത്തിൻ്റെ നിലനിൽപ്പ് 5 ബലങ്ങളിലാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ഒരു പരിധിവരെ ഒരുപക്ഷെ നമ്മുടെ ആയുർവേദ സംവിധാനത്തിലോ സിദ്ധ സംവിധാനത്തിലോ പോലും ഇത് ചർച്ച ചെയ്യുന്നില്ല. കാരണം അതിനെയും ഈ വെസ്റ്റേൺ മെഡിസിൻ അല്ലെങ്കിൽ വെസ്റ്റേൺ ഫ്രെയിം ഓഫ് തോട്ട് ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇത് പഞ്ചബല സിദ്ധാന്തം എന്നാണ് പറയുന്നത്. പഞ്ച എന്ന് പറഞ്ഞാൽ 5 ബലങ്ങൾ ചേരുന്നതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യാവസ്ഥ. അതിലാദ്യമാണ് അന്നബലം. നമ്മൾ നേരത്തെ പറഞ്ഞു, ആഹാരത്തെ യുക്തമായി കഴിക്കേണ്ട യുക്താഹാരത്തെയാണ് ഔഷധം എന്ന് പറയുന്നത്. ആഹാരത്തെയും ഔഷധമായി ഉപയോഗിക്കുക. രണ്ടാമതാണ് ഈ ചോദ്യം ചോദിച്ചത് ആസനബലം, വർക്കൗട്ട്. ആസനാത് ഔഷധം, ആസനങ്ങളും ഔഷധമാണ്. പക്ഷേ ഔഷധങ്ങൾക്കൊരു കുഴപ്പമുണ്ട്. തെറ്റായ ഔഷധം ഉപയോഗിച്ചാൽ എന്താ പറ്റുക? സൈഡ് എഫക്ട്സ് ഉണ്ടാവും. സൈഡ് എഫക്റ്റും ദോഷബലവും ഉണ്ടാവും. അപ്പോൾ ഔഷധം കാലം ദേശം പ്രമാണം എന്നാണ്. കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഡ്യൂറേഷൻ, ദേശം എന്ന് പറഞ്ഞാൽ എൻവിയോൺമെൻറ്റ്, പ്രമാണം അളവ്. അപ്പോൾ കൃത്യമായിട്ട് ഇപ്പോൾ ചൂട് പ്രദേശത്തുള്ള ഒരാൾ ചെയ്യേണ്ട എക്സസൈസ് അല്ല തണുപ്പ് സ്ഥലത്തുള്ളവർ ചെയ്യേണ്ടത്. മനസ്സിലായല്ലേ? ഇപ്പോൾ ഒബിസിറ്റി ഉള്ള ഒരാൾ ചെയ്യേണ്ട വ്യായാമം അല്ല പിന്നെ ലീൻ ബോഡി ഉള്ളവർ ചെയ്യേണ്ടത്. അപ്പോൾ അതിനെ യുക്തമായ ആസനങ്ങളെ വ്യായാമത്തെ തിരഞ്ഞെടുക്കണം. വായുവിനെ ആയാമം ചെയ്യുന്ന പ്രക്രിയയാണ് വ്യായാമം. അപ്പോൾ അപാനവായുവിനാണ് കുഴപ്പമെങ്കിൽ അത് തിരഞ്ഞെടുക്കണം, പ്രാണവായുവിനാണെങ്കിൽ അതിനനുസരിച്ച് തിരഞ്ഞെടുക്കണം. അപ്പോൾ യുക്തമായ ആസനങ്ങൾ വ്യായാമം തിരഞ്ഞെടുക്കണം. എന്തെങ്കിലും ചെയ്താൽ അത് ഔഷധ രൂപമാകില്ല. മൂന്നാമത്തതാണ് പ്രാണൻ. വെറുതെ ഇരിക്കാൻ പറഞ്ഞില്ലേ, അപ്പോഴും മാത്രമേ മനസ്സും ശരീരവും യോജിച്ചു വരുള്ളൂ. അതിനെയാണ് ശരിക്കും പ്രാണബലം, ബ്രത്ത് പവർ. നമ്മളൊരു ദിവസത്തിൽ എത്ര പ്രാവശ്യം ശ്വസിക്കും? വേണ്ട, ബുദ്ധിമുട്ടുണ്ട്, അറിയില്ല. കണക്കൂട്ട ഒരു മിനിറ്റിൽ ഒരു 30 വെച്ച്. ഒരു മിനിറ്റിൽ 30 കൊള്ളാലോ. 26-ന് മേലെ ശ്വസിക്കുന്നത് നായ്ക്കളാണ്. ആണല്ലേ? കാരണം അവർക്ക് ആയുസ് കുറവാണ്. ശ്രദ്ധിച്ചിട്ടുണ്ട്? പട്ടികളുടെ ശ്വസിക്കും അവർ ഫാസ്റ്റായിട്ട്. ഒരു മിനിറ്റിൽ 26 മുതൽ 28 പ്രാവശ്യം. അവരുടെ ലൈഫ് സ്പാൻ 16-18 വർഷമൊക്കെ മാക്സിമം. ആമ ഒരു മിനിറ്റിൽ 4-5 പ്രാവശ്യമൊക്കെ ശ്വസിക്കുന്നത്. 150-250 വർഷമാണ് അവരുടെ ആയുസ്. നമ്മൾ 13-14 പ്രാവശ്യം ഒരു മിനിറ്റിൽ ശ്വസിക്കും. അതുകൊണ്ടാണ് നമുക്ക് 70 മുതൽ 90-100 വരെയൊക്കെ നമ്മുടെ ലൈഫ് സ്പാൻ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ അതെത്ര താളാത്മകമാണ്, എത്ര പിന്നെ സ്ട്രോങ് ആണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. ആ ചിന്ത ഉള്ളിലേക്ക് മനസ്സിൽ വരുമ്പോഴാണ് അവിടെ പ്രാണബലം വരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അറിയാതെ 14 പ്രാവശ്യം മിനിറ്റ് ശ്വസിക്കുമെങ്കിൽ അങ്ങനെ ഇരുന്ന് ശ്രദ്ധിക്കുമ്പോൾ 3-4 പ്രാവശ്യമേ ഒരു മിനിറ്റ് ശ്വസിക്കൂ. അപ്പോൾ മനസ്സത്രയും ഉള്ളിലേക്ക് വരും. മനസ്സുള്ളിലേക്ക് വരുമ്പോഴേ നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ ഇവൻ നോട്ട് ചെയ്യുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ മുഴുവൻ പുറത്ത് നിൽക്കുകയാണ്. എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഞാൻ അവിടെ നോക്കണ്ടേ? എപ്പോഴും പുറത്തെ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നാൽ അകത്തൊരു പാമ്പ് കയറിയിരുന്നാൽ ഞാൻ അറിയില്ല. ഇതുപോലെയാണ് ശരീരത്തിലെ അപകടങ്ങൾ.
ഈ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഉള്ളിലേക്ക് മനസ്സെത്തുകയും അവിടെ ഒരു പ്രാണന് ബലമുണ്ടാകും. അതാണ് പ്രാണബലം. യഥാ പ്രാണ തഥാ മന. പ്രാണന് ബലം വന്നാൽ മനസ്സ് ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ഇത് 4മാണ് ചതുർബലങ്ങൾ. അന്നബലം, ആസനബലം, പ്രാണബലം, മനോബലം. ഇത് 4ഉം നാം ദിനചര്യയിലൂടെ വളർത്തിയെടുത്താൽ 5ാമത്തെ ബലമാണ് ഔഷധബലം. ഇത് ഈ 4 ബലങ്ങൾ ഉള്ള ദേഹത്ത് ഈ ഔഷധം പ്രയോഗിക്കുന്നത് തീയിൽ നെയ്യൊഴിക്കുന്ന പോലെ ഇരിക്കും, ആളിക്കത്തും. അതേസമയം ഈ 4 ബലങ്ങളെക്കുറിച്ച് യാതൊരു ബോധവുമില്ല. എന്ത് വന്നാലും കുറേ മരുന്നൊഴിക്കും. അത് തീയില്ലാത്ത സ്ഥലത്ത് അല്ലെങ്കിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ കത്താൻ ശ്രമിക്കുമ്പോൾ അതിൽ കുറച്ച് നെയ്യൊഴിച്ചാൽ എന്ത് പറ്റും? ഉള്ളതുകൂടെ അണങ്ങും. ഇതാണ് മരുന്നുകളുടെ അമിത പ്രയോഗം മൂലം സാധാരണ ആൾക്കാരുടെ പ്രതിരോധ ശേഷി ഉള്ളതും ഇല്ലാതാകുന്നതും ശരീരം ചീർത്ത് വരുന്നതും ഈ എന്താണ് ഫൈബ്രോയിഡ്സ്, പിന്നെ സിസ്റ്റ്, അത് ഇത് എന്ന് ഈ കണ്ണിൻ്റെ കാഴ്ച പോലും നഷ്ടമാകുന്ന ആൾക്കാർക്ക് ഈ അശ്രദ്ധ കൊണ്ട്.